കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. യെശയ്യാ പ്രവചനം 26-ന്റെ 4-ാം വാക്യം. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ യെശയ്യാ പ്രവചനം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ യെശയ്യാവ് തൻ്റെ ജനത്തോട് യഹോവയായ ദൈവം യെശയ്യാവിലൂടെ വിളിച്ചു പറയുന്നതായ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ യഹോവയായ ദൈവം, ഹല്ലേലൂയ, ആ യെശയ്യാ പ്രവചനത്തിൻ്റെ 26 നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹൂദയിൽ സന്തോഷത്തിൻ്റെ ഒരു ഗാനമായാണ് ഈ 26-ാം അധ്യായം നമ്മൾ 1 മുതൽ കീഴ്പോട്ട് വായിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. യഹോവയായ യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ, അപ്പോൾ യഹോവയായ ദൈവം രക്ഷകനായും ക്രിസ്തുവാകുന്ന പാറയാകുന്ന യഹോവയായ ദൈവം ഒരു ഉറപ്പുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. അപ്പോൾ യഹോവ ആ ശാശ്വതമായ ആ ഉറപ്പുള്ള പാറയായ ആ യഹോവയായ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ഇസ്രായേൽ ജനം പലപ്പോഴും കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെയും ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോഴും അവിടെ യഹോവയായ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ശാശ്വതമായ ഒരു പാറയാണ്, ഞാൻ ഉറപ്പുള്ള പാറയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ പറ, കർത്താവായ ദൈവമേ, എൻ്റെ യഹോവയായ ദൈവത്തെ ഞാൻ ആശ്രയിക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഉറപ്പും നിശ്ചയമുള്ള യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങൾ നമുക്കും ഉറപ്പും നിശ്ചയമുണ്ടായിരിക്കണം. ആ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് യഹോവയായ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. റോമാലേഖനം 1:25 പറയുന്നുണ്ട്, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ച് അവൻ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. റോമയിലുള്ള വിശ്വാസികൾ പലവിധമാകുന്ന രീതികളിൽ കർത്താവായ ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, പോഷ്ക്ക് പറഞ്ഞുകൊണ്ട് പല രീതികളിലൂടെ മുമ്പോട്ട് പോയപ്പോൾ, ഹല്ലേലൂയ, ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥമായ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽപ്പീൻ. പോഷൻ എന്ന് പറയുമ്പോൾ അത് സാത്താൻ ഇവരുടെ ഒരു അപ്പനായി നമുക്ക് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. എന്നാൽ ഇവിടെ പറയട്ടെ, പോഷന്റെ അപ്പനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ദൈവം വചനത്തിൽ ഉറപ്പ് തരുന്ന ഒരു കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവായ ദൈവത്തെ എന്നേക്കും നമ്മൾ വാഴ്ത്തേണ്ട ഏറ്റവും ആവശ്യമാണ്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഉടയവനായ കർത്താവായ ദൈവം, ആ സത്യവചനമാകുന്ന വചനത്തെ നാം മുറുകെ പിടിക്കുമ്പോൾ യഹോവയുടെ കർത്താവായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1:25 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നേക്കും
ഇവിടെ പറയുന്നു എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1:25 പറയുന്നുണ്ട്, കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. അത് വിശ്വസ്തമായ വചനമാണ്. ആകാശം മാറിപ്പോയാൽ, ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ആ കർത്താവായ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ദിനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദൈവ പൈതലേ, അവിടെ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? യഹോവയുടെ കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നശിച്ചു പോകുന്നില്ല. അത് വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരവും വ്യത്യാസം വരുത്തുന്ന വചനമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദിനങ്ങൾ നാം മുമ്പോട്ട് പോകുമ്പോൾ പറ, കർത്താവായ ദൈവമേ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വലിയവ ചെയ്യണമെന്ന് പറയുമ്പോൾ കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവം നമ്മളോട് ഇത്രയും നാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.